എന്താണ് നേറ്റിവിറ്റി കാർഡ്? ആരാണ് അതിന് അർഹരായവർ? എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? നമ്മൾ കുറേ കാലങ്ങളായി കേൾക്കുന്ന ഒരു പേരാണ് നേറ്റിവിറ്റി കാർഡ്. നിലവിൽ കേരളത്തിൽ ജനിച്ചവർ ആണെന്ന് തെളിയിക്കാൻ നമ്മളെ സഹായിക്കുന്ന നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. അതിനു പകരം സ്ഥിരമായിട്ടുള്ള തിരിച്ചറിവ് കാർഡാണ് കേരള സർക്കാർ പദ്ധതിയിടുന്ന നേറ്റിവിറ്റി കാർഡ്. കേരള നെഗറ്റീവ് കാർഡിന് ഇന്നലെ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നു. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം കേരളീയർ എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തുന്ന ഫോട്ടോ പതിപ്പിച്ച ആധികാരിക രേഖയായിരിക്കും ഇത്. ഈ കാർഡിനൊപ്പം ജനനത്തീയതി, മേൽവിലാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിനെ ആധികാര രേഖയായി ഉപയോഗിക്കാമെന്നാണ് സർക്കാർ പറയുന്നത്. ഈ കാർഡിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സ്മാർട്ട് കാർഡാണ്. ചിപ്പ് ഘടിപ്പിച്ച സ്മാർട്ട് കാർഡ് ആയിരിക്കും ഓരോരുത്തർക്കും ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരം രേഖയായി പല ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പല ആവശ്യങ്ങൾക്കായി അപേക്ഷകൾ സമർപ്പിച്ച് വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുന്ന ബുദ്ധിമുട്ട് കൂടി അവസാനിക്കും എന്നാണ് സർക്കാർ പറയുന്നത്. ഇനി ആർക്കൊക്കെയാണ് നേറ്റിവിറ്റി കാർഡിന് അപേക്ഷിക്കാൻ കഴിയുക എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് തന്നെ കേരളത്തിൽ ജനിച്ചവരും എന്നാൽ വിദേശ പൗരത്വം സ്വീകരിക്കാത്തവർക്കുമാണ് ഇത് അപേക്ഷിക്കാൻ കഴിയുക. രണ്ടാമത് വിദേശത്ത് ജനിച്ചെങ്കിലും വിദേശ പൗരത്വം നേടാത്തവർ, അതായത് നമ്മുടെ പേരൻസ് അവർ വിദേശത്ത് പോയി അവിടെ കുട്ടികൾ ഉണ്ടാകുന്നു, അവർക്ക് പക്ഷേ വിദേശ പൗരത്വം ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികൾക്കും ഇവിടെ ഈ നേറ്റിവിറ്റി കാർഡിന് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ കാർഡ് ലഭിച്ചതിന് ശേഷം വിദേശ പൗരത്വം ലഭിച്ചാൽ കാർഡ് അസാധുവായി പോകും. പൂർവികർ ഒരാളെങ്കിലും കേരളത്തിൽ ജനിച്ചവരായിരിക്കണം. നിലവിൽ നിങ്ങൾക്ക് വിദേശ പൗരത്വം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നേറ്റിവിറ്റി കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ആരാണ് നേറ്റിവിറ്റി കാർഡ് അനുവദിക്കുക എന്ന് നമുക്ക് നോക്കാം. തഹസിൽദാർ മുമ്പാകെ അപേക്ഷ നൽകണം. ഈ അപേക്ഷ റവന്യൂ ഓഫീസറാണ് സ്വീകരിക്കും. അതിനുശേഷം അപേക്ഷകന്റെ വാദം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാര്യങ്ങൾ കൂടുതൽ പറയാനുണ്ടെങ്കിൽ അതിന് ശേഷം ആണ് ഈ കാര്യത്തിൽ കൂടുതൽ തീരുമാനം എടുക്കുക. നേറ്റിവിറ്റി കാർഡിൻ്റെ ഉപയോഗം എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ ആവശ്യത്തിന്, സ്കോളർഷിപ്പിന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനം, സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവയ്ക്ക് കേരളീയർ ആണെന്ന് തെളിയിക്കാൻ ഈ ഒറ്റ കാർഡ് മതിയാകും. അതെ, കേരളീയർ ആണെന്നറിയിക്കാൻ ഈ ഒരൊറ്റ കാർഡ് മതിയാകും. പല തവണയായിട്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പല ആവശ്യങ്ങൾക്കും പല സാഹചര്യങ്ങളിലും ഈ കാർഡ് മറ്റ് രേഖകൾക്കൊപ്പം സപ്പോർട്ടീവ് രേഖയായി നേറ്റിവിറ്റി കാർഡ് ഉപയോഗിക്കാമെന്നാണ് ഇതിൻ്റെ വലിയൊരു കാര്യം. എന്തുകൊണ്ടാണ് നേറ്റിവിറ്റി കാർഡ് ഏറെ ചർച്ചയാവുന്നത് എന്ന് ചോദിച്ചാൽ, പൗരത്വം രേഖയുമായുള്ള വിവാദം കൊണ്ടുപിടിച്ച് നടക്കുകയാണ് ഇപ്പോൾ. ന്യൂനപക്ഷത്തിൽ ഉണ്ടായിരിക്കുന്ന ആശങ്ക അകറ്റും എന്ന ആശയ ലക്ഷ്യം കൂടിയാണ് ഈ നേറ്റിവിറ്റി കാർഡിനുണ്ട്. നേറ്റിവിറ്റി കാർഡ് വരുന്നതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത്? വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ എനിക്ക് ലൈക്ക് തരിക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനും അപ്ഡേറ്റഡ് ന്യൂസിനുമായിട്ട് എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന അപ്ഡേറ്റഡ് ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. See you soon. Bye bye.